ഷലോം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. എബ്രയ ഭാഷ ഞാൻ എങ്ങനെ പഠിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോടുകൂടി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ പ്രായം മുതൽ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു, ഒരു ഏത്തിസ്റ്റായിട്ടിരുന്നു. ഞാൻ ട്രിവാൻഡ്രം മഹാരാജായുടെ സ്കൂളിലാണ് പഠിച്ചത്. ആ പഠിക്കുന്ന കാലം മുഴുവനും കമ്മ്യൂണിസ്റ്റായിട്ടിരുന്നു. എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ ബോംബെ പോയിരുന്നു. ബോംബെയിൽ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. ഈ ജോലി കാലത്ത് കർത്താവായ യേശുവിനെ കണ്ടെത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി. ഇങ്ങനെ യഥാർത്ഥമായ ഒരു മാനസാന്തരവും രക്ഷയും സ്നാനവുമേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായി പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നോട് മനസ്സലിഞ്ഞു. അന്യഭാഷയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ ബോംബെയിൽ ധാരാളം പ്രാർത്ഥിക്കുവാൻ, ബൈബിൾ പഠിക്കുവാൻ, ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പം ആ കാലങ്ങളിൽ 80കളിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി മാഹിം കടൽപ്പുറത്ത് പോയി ഇരുന്നാൽ രാത്രിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ പ്രാർത്ഥന കാലങ്ങൾ വിവിധ രീതിയിലുള്ള സ്വർഗീയ അനുഭവങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, കൃപാവരങ്ങളൊക്കെ കർത്താവ് പകർന്നു തരികയും നല്ലൊരു അത്ഭുതകരമായ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം, നീതിയുള്ള ജീവിതം കർത്താവിൽ നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അന്ന് മട്ടുംകായിലെ പാസ്റ്റർ മാത്യൂസിൻ്റെ ചർച്ചിലായിരുന്നു എൻ്റെ രക്ഷയുടെ ജീവിതത്തിൻ്റെ തുവക്കം. വളരെ സ്നേഹത്തോടെ പാസ്റ്ററുടെ ഭാര്യയും മക്കളും എന്നെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതം ബോംബെയിൽ തുടങ്ങി. 1992 വർഷം എൻ്റെ ജോലി ഞാൻ രാജിവെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ വന്നു. കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ള വിളി വിവിധ തരത്തിലുള്ള ദേവദാസന്മാരിൽ കൂടി കർത്താവ് പ്രവചനത്തിൽ കൂടിയും സ്വപ്നങ്ങൾ, ദർശനങ്ങൾ കൂടിയും വചനത്തിൽ കൂടിയും വളരെ ശക്തമായി ഇടപെടുകയും ജോലി രാജിവെച്ച് ശുശ്രൂഷയിലേക്ക് വരണമെന്ന് കർത്താവ് വിളിച്ചതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വന്നപ്പോൾ ഇപ്പോൾ ജോലിയില്ല, മുഴുവൻ കർത്താവിന് ശുശ്രൂഷിക്കുന്നു. ഞാൻ കൂടുതൽ സമയം ദൈവസമൂഹത്തിലിരുന്നു ആരാധിക്കും, പ്രാർത്ഥിക്കും, വചനം പഠിക്കും. ഒരു ദിവസത്തിന് ഞാൻ 4 ഡിവൈഡ് ചെയ്ത് 6 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ട് 6 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. 6 മണിക്കൂർ കുത്തിയിരുന്ന് ബൈബിൾ പഠിക്കും. ബൈബിൾ പഠിക്കുന്നത് വെച്ചാൽ കുറച്ചൊക്കെ അങ്ങനെ ഒന്നുമില്ല. ഉൽപ്പത്തിയിൽ ഒരു അധികാരം, പുറപ്പാടിൽ ഒരു അധികാരം, ഇങ്ങനെ വെളിപ്പാട് പുസ്തകം വരെ ഒരധികാരം വെച്ച് 66 അധികാരങ്ങൾ ഒരു ദിവസം പഠിക്കും. എത്ര സമയമായാലും ഞാനത് പഠിച്ചു തീർത്തിട്ടേ ഉറങ്ങത്തുള്ളൂ. 6 മണിക്കൂർ പ്രാർത്ഥിക്കാൻ, 6 മണിക്കൂർ ബൈബിൾ പഠിക്കാൻ, 6 മണിക്കൂർ പുറത്തുപോയി ആത്മാക്കളെ കർത്താവിലേക്ക് കൊണ്ടുവരിക, പ്രസംഗിക്കുക, ശുശ്രൂഷിക്കുക. മറ്റുള്ള 6 മണിക്കൂറിൽ എൻ്റെ ഉറക്കും മറ്റുള്ള കാര്യങ്ങൾക്ക്. ഇങ്ങനെ ഞാൻ ഒരു ദിവസത്തെ 4 ഡിവൈഡ് ചെയ്ത് എൻ്റെ ആത്മീയ ജീവിതം വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോകുമായിരുന്നു. ഒരു നല്ലൊരു വിശ്വാസ ജീവിതമുണ്ടായിരുന്നു. കർത്താവിനെ നോക്കി വിശ്വാസത്തിൽ ദൈവത്തിൽ നിന്നെല്ലാം പ്രാപിച്ചു വിശ്വാസത്തിൽ മാത്രം ജീവിച്ചു വന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഞാൻ വരുന്ന കാലങ്ങളിൽ ഈ ബൈബിൾ പഠിക്കും, മലയാളത്തിൽ പഠിക്കും, ഇംഗ്ലീഷിൽ പഠിക്കും, തമിഴിൽ പഠിക്കും. ഇങ്ങനെ വിവിധ ഭാഷകളിൽ ബൈബിൾ പഠിക്കുമ്പോൾ എനിക്കൊരു സ്വസ്ഥതയില്ല. എന്നാൽ ഇത് പഠിക്കുന്നു, ഇതിൻ്റെ പിറകെ
ഇതിന് വലിയ അർത്ഥങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ കഴിയുന്നില്ല. ഈ ബൈബിൾ പഠിച്ച് അതിൽ കൂടി ഉണ്ടാകുന്ന നല്ല അറിവുണ്ട്, പരിജ്ഞാനമുണ്ട്, വചന വെളിപ്പാടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയങ്ങൾ എപ്പോഴും തന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇരിക്കുന്ന സിറ്റിയുടെ അടുക്കൽ അവിടെ ഒരു വലിയൊരു ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ ഞാൻ പോകും. അവിടെ പോയി വിവിധ വേർഷൻസ് മേടിക്കും. ഇംഗ്ലീഷിലെ KJV, NIV, NRSV എന്നുള്ള വിവിധ തരത്തിലുള്ള വേർഷൻസ് ബൈബിൾ മേടിച്ച് ഞാൻ അതൊക്കെ റിഫർ ചെയ്ത് പഠിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ഇങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ ആ ബൈബിൾ സ്റ്റോറിന് പോകുമ്പോൾ അവിടെ ഒരു ബൈബിൾ ഇരുന്നു. ഹീബ്രു ബൈബിൾ എന്ന് പറഞ്ഞ് 2 ബൈബിൾ ഇരുന്നു. ഒന്ന് ദ ഹോലി സ്ക്രിപ്ചേഴ്സ് ഹീബ്രു ആൻഡ് ഇംഗ്ലീഷ്, അതിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും. അപ്പോൾ ഈ ബൈബിളിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പം ഞാനിതിനെടുത്ത് നോക്കി. ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നു, എന്താണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പോൾ ബൈബിൾ എഴുതിയ മൂലഭാഷ നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ള ഭയങ്കര സന്തോഷം. ഞാൻ ഈ ബൈബിളെ കാശ് കൊടുത്ത് മേടിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോട് കൊണ്ടുവന്നിട്ട് എല്ലാ ബൈബിളും പോലെ ഞാൻ ഇങ്ങനെ തുറന്നു നോക്കി. തുറന്നു നോക്കുമ്പോൾ ഇവിടെ ഒരു പേജും കുറച്ച് പേജൊക്കെ ഒന്നുമില്ല. അവസാനം നോക്കുമ്പോൾ ഇവിടെ 2 ക്രോണിക്കിൾസ് അവസാനത്തെ ചാപ്റ്ററേ ഉള്ളൂ. 2 ദിനവൃത്താന്തം 2 ക്രോണിക്കിൾസ് അവസാനത്തെ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരിക്കുക. അപ്പം ഇവിടെ ബാക്കിൽ വരുമ്പോൾ ഉൽപ്പത്തി ഇവിടെ ഉണ്ട്, ജെനിസിസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പിറ്റേ ദിവസം ഈ ബൈബിളും കൊണ്ട് അവിടെ പോയി. ഞാൻ ചെന്ന് അവരോട് പറഞ്ഞു, സാറേ ഈ ബൈബിൾ ഉൾട്ടായിട്ട് അവർ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്ത ഒരു ബൈബിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, ഈ ബൈബിൾ ഇവിടെ ഇങ്ങനെ തന്നെ വരുന്നു, ഇങ്ങനെ തന്നെ ഈ പ്രിൻ്റ് എന്ന് ഞാൻ അറിയുന്നു, ഇത് ബാക്കിൽ നിന്ന് ഫ്രണ്ടോ അങ്ങനെയാണ് ഈ ഭാഷ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ഭാഷയൊക്കെ, ഈ ലെറ്റേഴ്സൊക്കെ നമ്മുടെ മലയാളം ഭാഷ പോലെ ഒന്നുമില്ല, ഇത് പിക്ചേഴ്സ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇത് പഠിക്കുന്നത് ഒരു പിടിയുമില്ല. പക്ഷെ ഒരു സൈഡ് ഇംഗ്ലീഷിലുണ്ട്, ഒരു സൈഡ് ഹീബ്രുവിലുണ്ട്. അപ്പോൾ ഇവിടെ ദി ഫസ്റ്റ് ബുക്ക് ഓഫ് മോസസ് കോൾഡ് ജെനിസിസ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് എർത്ത്. അപ്പോൾ ഇത് തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം വചനം. പക്ഷെ ഇവിടെ നിന്ന് എഴുതിയിരിക്കുന്ന ഹീബ്രുവിൽ അറിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ ട്രിവാൻഡ്രം മഹാരാജയുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 9-ാം ക്ലാസ്സിൽ എൻ്റെ പപ്പ എനിക്കൊരു വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഗിഫ്റ്റ് ചെയ്തിരുന്നു. ആ ഡിക്ഷണറിയിൽ ഏൻഷ്യൻ ലാംഗ്വേജ് എന്ന് ഇരുന്നതിൽ കുറച്ച് ലാംഗ്വേജ് ഉണ്ട്, അതിൽ ഹീബ്രു ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ റഷ്യൻ, ചൈനീസ്, ഹീബ്രു, ഗ്രീക്ക്, ഇങ്ങനെ ഒരു 4-5 ഏൻഷ്യൻ ലാംഗ്വേജ് ഒക്കെ അതിൻ്റെ ചാർട്ട് അവിടെ ഉണ്ട്. അതിൽ ഒത്തിരിയൊന്നുമില്ല, ആ ലെറ്റേഴ്സും അതിൻ്റെ പേരും അതിൻ്റെ ഇക്വലൻ്റ് അലഫ് എ, ബെത്ത് ബി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അതിനെ എങ്ങനെ എഴുതണമെന്ന് അറിയില്ല, എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണമെന്ന് അറിയില്ല. കോടാരി പോലെയും പല രീതിയിലുള്ള വെട്ടുകത്തി പോലെയൊക്കെയാണ് അവിടെ ഭാഷ ഇരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ വരഞ്ഞു, ഒരു ചെറിയ പേപ്പറിൽ അതിനെ വരഞ്ഞ് അതിൻ്റെ പേര് ആലഫ് ബെത്ത് ഗിമൽ എന്ന് എഴുതി അതിൻ്റെ ഇക്വലൻ്റ് എഴുതി വെച്ചിട്ട് ഞാൻ ബൈബിൾ തുറന്ന് അതിൻ്റെ ഉൽപ്പത്തിയുടെ ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഹെഡിങ് പതുക്കെ എഴുത്തുകൂട്ടി വായിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ആദ്യം ബെത്തുണ്ട്, പിന്നെ റേഷുണ്ട്, ആലഫുണ്ട്, ഷിന്നുണ്ട്, യോതുണ്ട്, ഹേവ്, തൗ ഉണ്ട്. അപ്പം ഇത് ചേർത്തിട്ട് ഞാൻ ബെറാഷീത്ത് എന്ന് വായിക്കുവാൻ തുടങ്ങി. അടുത്ത ആദ്യത്തെ വചനം ബെറാഷീത്ത്, ബറ എലോഹിം യത്ഹശമായിം വയത്ഹായറച്ച്, ഇങ്ങനെ ഞാൻ എഴുത്തുകൂട്ടി ഈ ബൈബിൾ ഭംഗിയായിട്ട് ഞാൻ വായിക്കുവാൻ തുടങ്ങി. പുസ്തകങ്ങൾ വച്ച് എഴുതുവാൻ തുടങ്ങി. എഴുതി നോട്ട് ബുക്സ് വെച്ച് എഴുതി പഠിച്ചു. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ ബൈബിൾ. ഈ ബൈബിളിൽ ഞാൻ ഒത്തിരി നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പെന്നുണ്ട്, അത് ഇപ്പോഴങ്ങനെ ഇരിപ്പുണ്ട്.
എന്തായാലും ഒരു 30 വർഷങ്ങളൊക്കെ ആയി. ഇങ്ങനെ ഞാൻ പഠിച്ച് നന്നായിട്ടും ഹീബ്രു വായിക്കുവാനും എഴുതുവാനും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്ത് പഠിക്കണമെന്ന് ഞാൻ എവിടെയും പോയിട്ട് ബോംബെയിലോ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ എവിടെ ഒരു ബുക്ക് സ്റ്റാളിൽ ഇത് പഠിക്കാനുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ക്യാമ്പസ് ക്രൂസൈഡിലുള്ള ഒരു കോർഡിനേറ്ററാണ്. ഞാൻ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ പ്രോജക്റ്റ് ജീസസ് ഫിലിം പ്രോജക്റ്റ് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. ഒത്തിരി പ്രൊജക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഗ്രാമങ്ങളിൽ ഞങ്ങൾ ജീസസ് ഫിലിം ഇട്ട് സുവിശേഷം അറിയിക്കുമായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെൽഫിൽ ഒരു വലിയൊരു ഫയൽ ഹീബ്രു ബിഗിനേഴ്സ് കോഴ്സ് എന്ന് എഴുതി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇത് എങ്ങനെയാണ് കിട്ടി? പുള്ളി പറഞ്ഞു, ഒരു വലിയ ഹീബ്രു സ്കോളർ ഇവിടെ വരാറുണ്ട്, അവരുടെ കോൺഫറൻസിൽ ഞാൻ പോയിരുന്നു, അതിൽ നിന്ന് ഞങ്ങൾ കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വവൽസും അസൻസും ബേസിക് ഗ്രാമറൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇതിന് ഒരു സിറോക്സ് കോപ്പി എടുത്തിട്ട് തരട്ടെ ചോദിച്ചു. പക്ഷെ ധാരാളം എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ അതിനെ കൊണ്ടുവന്നു വച്ചിട്ട് ഈ ബൈബിളിലെ വവൽസും അസൻസും പിന്നെ ബേസിക് ഗ്രാമേഴ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചു. ഇത് പഠിച്ച് ആയിരക്കണക്കിന് മണിക്കൂറുകൾ ഞാൻ ബൈബിളെ വായിച്ചു അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോക്കി വളരെ സന്തോഷമായിരിക്കുക. അപ്പം ഈ ബൈബിൾ പഠിക്കണമെങ്കിൽ അന്ന് തന്നെ 92-ൽ ഞാൻ മിനിസ്ട്രിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ സ്ട്രോങ്സിൻ്റെ ഇതല്ല വേറൊന്ന് വലുത് സ്ട്രോങ്സ് കൺകോർഡൻസ് ഒന്ന് വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ ഈ കൺകോർഡൻസ് ഇല്ലാതെ ബൈബിൾ പഠിക്കാൻ പറ്റില്ല. കാരണം കൃപ എന്നുള്ള ഒരു വാക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷന്മാരും അവിടെ ഇരുന്നും കൃപയെക്കുറിച്ച് ഓരോ വചനങ്ങൾ എടുത്ത് സമയത്തിന് തക്ക രീതിയിൽ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളത് കിട്ടത്തില്ല. അതൊരു ഹാഫ് ബാക്ക് ട്രൂത്ത്, അത്രയേ ഉള്ളൂ. എന്നാൽ കൃപ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ വചനവും, കൃപയെക്കുറിച്ചുള്ള എല്ലാ വചനവും എടുത്ത് പൂർണ്ണമായി എഴുതി കുത്തിയിരുന്ന് പഠിച്ച് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃപ എന്താണെന്ന് നമുക്ക് അറിയാം, ഏത് കൃപ അല്ല എന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് ഒരു ടോപ്പിക് അറിയാം. അപ്പം ഞാൻ അങ്ങനെ പഠിച്ചിട്ടേ പ്രസംഗിക്കാറുള്ളൂ. ഞാൻ ഒന്നിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പ്രസംഗിക്കാറില്ല. അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഒരു 40 A4 ഷീറ്റ് പേപ്പറിൻ്റെ ഫ്രണ്ടും ബാക്കും എഴുതിയിട്ടുണ്ട്. അത്ര വചനങ്ങൾ എഴുതി ഇരുന്ന് പെൻസിലും പെന്നൊക്കെ വെച്ച് ഞാനിതിൽ അണ്ടർലൈൻ ചെയ്തൊക്കെ പഠിച്ചിട്ട് അവസാനം അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവന്ന് വേറെ പേപ്പറിൽ എഴുതി ഇങ്ങനെ പൂർണ്ണമായിട്ട് ഞാൻ ഹീലിങ്ങിനെ കുറിച്ച്, രോഗശാന്തി, സൗഖ്യം, ഇങ്ങനെ ഓരോ ടോപ്പിക്കും പഠിക്കുമായിരുന്നു. പക്ഷെ ഇതിൻ്റെ പിറകെ ഇപ്പം കൃപ എന്നുള്ള ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാക്ക് കെൻ ഈ വാക്ക് ഇവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഫേവർ, പ്ലസൻറ്റ്, ഗ്രേഷ്യസ്, ഇങ്ങനെ ഒരു 3-4 അർത്ഥങ്ങളുണ്ട്. അപ്പം ഈ ഹീബ്രുവും നമുക്ക് വായിക്കാൻ അറിയില്ല. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ട്. ഇപ്പോൾ ഷോർ എന്ന് വരുന്നെങ്കിൽ SHOWER ഷോർ എന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊക്കെ നമുക്ക് ഹീബ്രു പഠിക്കുവാൻ ഇതിനെ ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ കൂടി എല്ലാം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ച് ഞാൻ റെഡിയായിരിക്കുമ്പോൾ ആ ദൈവദാസൻ ഡോക്ടർ കോൾകോക്ക്, അദ്ദേഹം നല്ലൊരു നീതിമാനും വിശുദ്ധനുമായ ഒരു ദൈവത്തിൻ്റെ കൂടി നടക്കുന്ന ഒരു അത്ഭുതകരമായ മനുഷ്യൻ. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ 2ാമത്തെ സ്റ്റുഡൻ്റാണ് ഡോക്ടർ കോൾകോക്ക്. ഐൻസ്റ്റീൻ ഒരു വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഹീബ്രു സ്കോളറാണ്, കാരണം ജൂ ആണ്. ലോകം മുഴുവനും അദ്ദേഹം ഹീബ്രു കോഴ്സ് നടത്തിയിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ കൂടി പഠിച്ച വ്യക്തിയാണ് ഡോക്ടർ ബട്രസ് അബ്ദുൽ മാലിക്. ഡോക്ടർ ബട്രസ് അബ്ദുൽ മാലിക്കിൻ്റെ സ്റ്റുഡൻ്റാണ് ഡോക്ടർ കോൾകോക്ക്. ഡോക്ടർ കോൾകോക്കിൻ്റെ സ്റ്റുഡൻ്റാണ് പോൾ ജോനത്തൻ. അങ്ങനെ ഞങ്ങൾ 3rd ജനറേഷൻ ഐൻസ്റ്റീനിൻ്റെ അനോയിൻറ്റിംഗ് ഉള്ള വ്യക്തികളാണ്. അപ്പം ഇങ്ങനെ ആ ദേവദാസൻ വന്നു. വലിയൊരു കോൺഫറൻസാണ്. ധാരാളം പാസ്റ്റർമാർ ഇന്ത്യ മുഴുവനും വന്നിട്ടുണ്ട്. അതിൽ പലരും അദ്ദേഹത്തിൻ്റെ കോഴ്സ് ഓൾറെഡി ചെയ്തവരാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയിരിക്കുക. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവൽ ടൈമിൽ ഞാൻ പോയി ഉച്ചയ്ക്ക് ദേവദാസിനെ കണ്ടു. അദ്ദേഹം ഭയങ്കര ഹീബ്രു സ്കോളറാണ്, ഗ്രേറ്റ് സ്കോളറാണ്, ജൂയിഷ് സ്കോളറുമാണ്.
അപ്പം കണ്ടിട്ട് ഞാൻ അതിനോട് ഈ ബൈബിൾ കാണിച്ചു, ഈ ഹീബ്രു ബൈബിൾ കാണിച്ച്, ഈ ഹീബ്രു ബൈബിൾ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇതൊക്കെ വായിച്ച് വചനങ്ങളൊക്കെ വായിച്ചൊക്കെ കാണിച്ചിട്ട് നോട്ട്സിൽ ഞാൻ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അധികം നോക്കിയിട്ട് തലയിൽ കൈവച്ച് അങ്ങനെ അമ്പരുന്നു. കാരണം അധികം ലോകം മുഴുവനും ചെന്ന് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ആരും പഠിക്കുന്നില്ല. ഈ മനുഷ്യൻ ആരും പഠിപ്പിക്കാതെ എബ്രിയ ഭാഷ പഠിച്ചിരിക്കുന്നു എന്ന് കരുതി ഭയങ്കര സന്തോഷമായി. എന്നെ വളരെ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നെ എന്നെ മൈ എസ്റ്റീംഡ് ഹീബ്രു സ്റ്റുഡൻ്റ് എന്നേ വിളിക്കത്തുള്ളൂ. ആ കോൺഫറൻസിൽ എന്തെങ്കിലും ഹീബ്രുവിൽ വായിക്കണമെങ്കിൽ വർ ഈസ് മൈ എസ്റ്റീംഡ് ഹീബ്രു സ്റ്റുഡൻറ്റ് പോൾ ജോനത്തൻ എന്ന് ചോദിക്കും. ഞാൻ എഴുന്നേറ്റ് വായിക്കും. അപ്പോൾ അവരുടെ കൂടി വന്നിരിക്കുന്ന ടീം എല്ലാം അതിനെ ശ്രദ്ധിക്കും, ആ ഹീബ്രുവിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ. ഇങ്ങനെ കോൺഫറൻസ് കഴിഞ്ഞു. അദ്ദേഹം എൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സും എൻ്റെ ഫോൺ നമ്പർ, ഇമെയിൽ ID എല്ലാം അയച്ചിട്ട് പോയി. ഞാൻ ഈ പുറദേശത്തിരുന്ന് വരുന്ന ആരുടെയും പേര് അല്ലെങ്കിൽ അഡ്രസ്സോ നമ്പറോ ഇമെയിലോ ഒന്നും മേടിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയിട്ട് ഒരു 4-5 ദിവസമായില്ല എൻ്റെ വീട്ടിലൊരു വലിയൊരു ബോക്സ് വന്നു, ബ്ലൂ ഡോട്ടിൽ. ആ ബോക്സ് അതിൻ്റെ ഫ്രണ്ടിൽ ഡോക്ടർ കോൾ കുക്ക് ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ എന്നുള്ള അഡ്രസ്സുണ്ട്. ഞാൻ ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അന്ന് ഭൂമിയിൽ എബ്രയ ഭാഷ, ഗ്രേക്ക് ഭാഷ പഠിക്കാനുള്ള എല്ലാ ടൂൾസും ബുക്സും അതിൻ്റെ അകത്തുണ്ട്. എല്ലാം ഭയങ്കര വിലയാണ്. 7000, 8000, 6000, 5000, 4000 ഇങ്ങനെ വിലയുള്ളതാണ്. അപ്പം ഇതൊക്കെ ഓരോന്നായിട്ട് ഞാൻ എടുത്തു നോക്കി. ഗസനിസിൻ്റെ, പിന്നെ സ്ട്രോങ്സിൻ്റെ, പിന്നെ ഹീബ്രു കൺകോർഡൻസ്, ഇത് ഹീബ്രു അനാലിറ്റിക്കൽ ലെക്സിക്കോൺ, അതുപോലെ ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കോൺസ്, പിന്നെ വൈൻസിൻ്റെ ലെക്സിക്കോൺ, അതുപോലെ സെപ്റ്റുവാജിൻ്റ് എന്ന് പറയുന്ന ബൈബിൾ. ഇതൊക്കെ അന്ന് തന്നെ ഭയങ്കര വിലയുള്ള ഒരു ഐറ്റമാണ്. സെപ്റ്റുവാജിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ നിയമം എബ്രയ ഭാഷയിൽ നിന്ന് ഗ്രേക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇത് വളരെ ഫേമസ് ആണ്. മസോറിറ്റിക് ടെസ്റ്റിന് കഴിഞ്ഞ് ബൈബിളിൽ സെപ്റ്റുവാജിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശുവിൻ്റെ കാലത്ത് ഇതാണ് പ്രധാനമായിട്ടിരുന്ന ഒരു ബൈബിൾ. ഇങ്ങനെ ധാരാളം, ഒരു ബോക്സ് നിറയെ ഐറ്റംസ് ഉണ്ട്. ബ്രൗൺ ഡ്രൈവർ ബ്രിക്സ്, ഡിക്ഷണറി ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് വേർഡ്സ് എന്ന് പറഞ്ഞ് ധാരാളം ഐറ്റങ്ങൾ ഒരു ബോക്സ് നിറയെ വന്നു. ഇന്റർലീനിയർ ബൈബിൾസ് എല്ലാമായിട്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൂടാത്ത സന്തോഷം. കാരണം ഞാൻ ഇന്ത്യയിൽ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഒന്നും ഞാൻ അവിടെയുള്ള വലിയ ബുക്ക് സ്റ്റാൾസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ കാലങ്ങളിൽ. ഇതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇരുന്ന് ബൈബിളിനെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ മലയാളം ബൈബിൾ ഇരിക്കുന്നതും എബ്രായ ബൈബിൾ ഇരിക്കുന്നതും വളരെ വ്യത്യാസമാണ്. അർത്ഥങ്ങൾ വ്യത്യാസമാണ്, ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ വ്യത്യാസമാണ്, അത് മനസ്സിലാക്കിയെടുക്കുന്ന വ്യത്യാസമാണ്. ഇങ്ങനെ ബൈബിളിനെ വളരെ ടേസ്റ്റായിട്ട്, അതായത് തേനുപോലെ മധുരമായിട്ട് ഞാൻ ബൈബിളെ പഠിക്കുവാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനമായ ടൈം ഞാൻ ഇങ്ങനെ എബ്രയ ഭാഷയിൽ ബൈബിളെ പഠിക്കുവാൻ തുടങ്ങി. ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് ഞാൻ അതിലിരുന്ന് പഠിച്ച് അതൊക്കെ കണ്ട് ഞാൻ വളരെ സന്തോഷിക്കുമായിരുന്നു. ഇങ്ങനെ ഞാൻ എബ്രയ ഭാഷ നന്നായിട്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ ഇരിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. എബ്രായ ഭാഷ ബിഗിനേഴ്സ് കോഴ്സ് എടുക്കാൻ പോകുന്നു. ധാരാളം ശുശ്രൂഷകന്മാർ CSI എന്നും RC ഫാദർമാർക്കൊക്കെ ഞാൻ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിവിധ ഭാഗങ്ങളിലുള്ള ദേവദാസന്മാർ വരികയും ഞാനൊരു അല്പം ഒരു ഫീസ്, ഒരു 100 രൂപ ഫീസ് ഇട്ട് അവർക്ക് മാസം 4 ക്ലാസ് എടുക്കുമായിരുന്നു. അതിൽ 50% ബൈബിളിൻ്റെ മിസ്റ്ററീസ്, അതായത് രഹസ്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന ബൈബിളിൽ നിന്ന് ആർക്കും അറിയാത്ത രഹസ്യങ്ങളെല്ലാം ഞാൻ അവർക്ക് പഠിപ്പിക്കും. 50% ലാംഗ്വേജ്, ബിബ്ലിക്കൽ ഹീബ്രു പഠിപ്പിക്കും. ഇങ്ങനെ വളരെ ഫേമസായി എല്ലാവരും നന്നായിട്ട് ഹീബ്രു പഠിച്ചു. ഹീബ്രു എല്ലാവരും വായിപ്പിച്ചു, എഴുതിപ്പിച്ചു. നന്നായിട്ട് എഴുതിയും വായിക്കാൻ തുടങ്ങി. കേരളത്ത്, കൊച്ചിയിൽ, വിവിധ ഭാഗങ്ങൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഹീബ്രു കോഴ്സ് നടത്താൻ തുടങ്ങി. അപ്പം ഞാൻ പഠിക്കുന്നു. ഇപ്പോൾ കോഴ്സ് നടത്തുമ്പോൾ
ഇന്നും കൂടുതലായിട്ട് ഈ ഭാഷ എനിക്ക് പ്രയോജനകരമായിരുന്നു. അതിൽ കൂടി ഞാൻ ഈ ഭാഷയെ നമ്മുടെ ഭാഷ പോലെ മനസ്സിലാക്കുകയും നല്ല ചാർട്ടുകളൊക്കെ ഇട്ട് അതിൻ്റെ വവൽസും മറ്റുള്ള കാര്യങ്ങളെ വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുവാനുള്ള രീതിയിൽ ദൈവം കൃപ തന്നു. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ അപ്പച്ചനും അമ്മച്ചിയും മകനും മകളും കൊച്ചുമോനും കൊച്ചുമക്കളെല്ലാം ഒറ്റ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. കാരണം 90 വയസ്സായ അപ്പച്ചനും LKG പഠിക്കുന്ന കൊച്ചുകുട്ടിക്കും എബ്രയ ഭാഷ ഞാൻ സൂപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോഴങ്ങനെ തന്നെയാണ്. പുറദേശത്തിൽ നിന്ന് വരുന്നവർ അറിഞ്ഞൊന്ന് അവരിരിക്കുന്ന ഹോട്ടലിനെ വിളിക്കും, ഞാൻ പോകും, എബ്ര ബൈബിൾ കൊണ്ടുപോകും. 20 മിനിറ്റിൽ എബ്രയ ഭാഷ വായിക്കുവാനും എഴുതുവാനും ക്ലിയറായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ദീപക് കട്ടാരിയ. ഇപ്പോൾ ഫിലിപ്പൈൻസിലിരിക്കുന്നു. ധാരാളം പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കത്തോലിക്ക അച്ഛന്മാരൊന്നും എൻ്റെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അവരവിടെ പോയിട്ട് ഇരുന്ന് പഠിക്കും. ഇങ്ങനെ ഞാൻ എബ്രയ ഭാഷ പഠിപ്പിക്കുകയും എബ്രയ ഭാഷയിൽ നിന്നും റൂട്ട് വേർഡ്സ് ബൈബിളെ അതിൻ്റെ മൂലഭാഷയിൽ നിന്നും പ്രസംഗിക്കുവാൻ തുടങ്ങി. എൻ്റെ ചർച്ചിൽ മാത്രമല്ല, പോകുന്ന സ്ഥലങ്ങളെല്ലാം പ്രസംഗിക്കുവാൻ തുടങ്ങി. വിവിധ തരത്തിലുള്ള രഹസ്യങ്ങൾ പ്രസംഗിച്ചു. പ്രത്യേകിച്ച് എബ്രയ ഭാഷയുടെ ഒരു മഹത്വം, അതായത് ഒരു വാക്കിന് 1, 2, 3, 10, 30, 40 മീനിങ് ഇരിക്കും. അതിൻ്റെ ഒരു സൂട്ടബിളായിട്ടുള്ളൊരു വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കും. പക്ഷേ ആ വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നന്മയും കരുണയും എന്ന് സങ്കീർത്തനം 23 പറഞ്ഞിരിക്കുന്ന ആ വാക്ക്, നന്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം, നന്മ, ഓക്കെ, നന്മ. പക്ഷേ ആ ഒരു വാക്കിന് 46 അർത്ഥങ്ങളുണ്ട്. ഈ 46 അർത്ഥങ്ങളെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇത്രയും നന്മകൾ ദൈവം നമുക്കായിട്ട് വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഭയങ്കര വിശ്വാസവും സന്തോഷവും ഉണ്ടാകും. ഞാൻ ഗുഡ്നസ് ആൻഡ് മേഴ്സി, ആ വചനത്തിൻ്റെ ഗുഡ്നസ് എന്ന് പറയുന്ന ഒരു വാക്കെടുത്ത് ബോംബെയിൽ ഒരു കോൺഫറൻസിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ വിവിധ രാജ്യങ്ങളോട് അവിടെ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്നൊരു സഹോദരി അതിൻ്റെയൊക്കെ നോട്ട്സ് എടുത്തിട്ട് പോയി ആഫ്രിക്കയിൽ അതിനെ പ്രസംഗിച്ച് ഫേമസ് ആയി. പലരും ഇസ്രായേൽ ചെന്ന് ഞാൻ പഠിപ്പിച്ചത് പ്രസംഗിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, ഇതാരും പഠിപ്പിച്ചു തന്നു, ഞങ്ങൾക്ക് പോലും അറിയില്ല. അത്രയ്ക്ക് ദൈവം കൃപ കാണിച്ചു. ഈ ദൈവം നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് സംസാരിച്ച ഈ അത്ഭുത ഭാഷയെ പഠിച്ചത് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ബൈബിൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർക്കുള്ളതുമല്ല, മലയാളിക്കുള്ളതുമല്ല. ബൈബിൾ എബ്രായ ജനങ്ങൾക്കുള്ളതാണ്, ഇസ്രായേൽ ജനങ്ങൾക്കുള്ളതാണ്. അപ്പം ബൈബിളിൽ വന്നിരിക്കുന്നതെല്ലാം ഇസ്രായേൽ ജനങ്ങളുടെ കസ്റ്റംസ്, മാനേഴ്സ്, ബൈബിൾ ടൈംസിൽ ഉണ്ടായ ജീവിതങ്ങൾ, അവരുടെ ക്ലൈമറ്റ്, അവരുടെ സംസർഗങ്ങൾ, ഇഡിയംസ്, ഫ്രേസസ് എല്ലാം അവരുടെ നാട്ടിൻ്റെ കാര്യങ്ങളാണ്, അവരുടെ കുടുംബ കാര്യങ്ങളിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഇത് മനസ്സിലാക്കാതെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അത് തലയുമില്ല വാലുമില്ല, ആ രീതിയിലിരിക്കും. പക്ഷെ ഞാൻ ഈ ഹീബ്രു ജനങ്ങളുടെ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ്, ബൈബിൾ ടൈം, അവരുടെ സിവിലൈസേഷൻ, അവരുടെ സ്ലാങ് ലാംഗ്വേജ്, അവരെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പം ഒരു വചനം വരുന്നു, അതായത് ഒരു വാക്ക് എങ്ങനെ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ, നമ്മൾ മലയാളത്തിൽ തൂങ്ങി മരിച്ചു, ജാണിൻ്റെ അപ്പൻ തൂങ്ങി മരിച്ചു എന്ന് പറയും. അമേരിക്കയിൽ ജാണിൻ്റെ അപ്പൻ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയും, ബക്കറ്റിനെ കിക്ക് ചെയ്തെന്ന് പറയും. അപ്പം ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇതെന്താടാ, ബക്കറ്റിനെ കിക്ക് ചെയ്ത് അതെന്താ അർത്ഥം അറിയില്ല. അവൻ്റെ അപ്പൻ ബക്കറ്റിനെ കിക്ക് ചെയ്തു, എല്ലാവരും കരഞ്ഞു, പിന്നെ അച്ഛനൊന്ന് അടക്കമൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകില്ല. ഇത് അമേരിക്കൻ സ്ലാങ് ആണ്. ഇതുപോലെ ഒരു രാജ്യത്തിൻ്റെ സ്ലാങ് ലാംഗ്വേജ് മറ്റൊരു രാജ്യത്തിലുള്ളവർക്ക് അറിയില്ല. അപ്പം ആ രാജ്യത്തിലുള്ള സ്ലാങ് ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ അതാണ് ഇത് എന്ന് മനസ്സിലാകും. ഇതുപോലെ ബൈബിൾ അങ്ങനെയാണ്. എബ്രായ ഭാഷയിൽ എബ്രായ ജനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന അവരുടെ ജീവിതവും കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം പഠിച്ചിട്ട് ഈ ഭാഷയിൽ നിന്നും ഇതിൻ്റെ റൂട്ട് മീനിങ്സിൽ നിന്നും ബൈബിളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അതെനിക്കും മറ്റുള്ളവർക്കും വളരെ വളരെ അനുഗ്രഹകരമായി തീർന്നു. ഇപ്പോൾ ഏതാണ്ട്
30 വർഷങ്ങൾ 25 മുകളിൽ വർഷങ്ങൾ ഈ എബ്രേ ബൈബിൾ ഇപ്പം തമിഴിൽ ഞാൻ ഹീബ്രു തമിഴ് ഇംഗ്ലീഷ് ഹീബ്രു നെയിംസ് ഓഫ് ഗോഡ് എന്നൊരു ബൈബിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് തമിഴ് അറിയുന്ന ജനങ്ങളുടെ മധ്യേ വളരെ വേഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നാമങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഴയ നിയമം പുതിയ നിയമത്തിലുള്ള എല്ലാ ദൈവത്തിൻ്റെ നാമങ്ങൾ മൂലഭാഷയിൽ ഇരിക്കുന്നത് പോലെ റെസ്റ്റോർ ചെയ്ത ഒരു ബൈബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത് മലയാളത്തിൽ ഇത് ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ ഈ ബൈബിൾ ഈ എബ്രേ ഭാഷ പഠിച്ചത് എൻ്റെ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും യേശുവിന് മുഖമുഖമായി കാണുന്ന ഒരു കൃപയ്ക്ക് കഴിഞ്ഞിട്ട് എബ്രേ ഭാഷ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമാണ്. നിങ്ങൾക്കും ഈ ഭാഷ പഠിക്കാം, എല്ലാവർക്കും പഠിക്കാം. വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഒരു 25 മണിക്കൂർ ഞാനിപ്പം ഇത് വരുന്ന ആഴ്ചകളിൽ സൂമിൽ ഓൺലൈനിൽ ഞാൻ ഹീബ്രു ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. ബിബ്ലിക്കൽ ഹീബ്രു 50% വചനം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള രഹസ്യങ്ങൾ 50% ലാംഗ്വേജ് പഠിപ്പിക്കും. നിങ്ങളെല്ലാവർക്കും പഠിക്കാം. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം, കൊച്ചുകുട്ടികൾക്ക് പഠിക്കാം, ഫാമിലിയായിട്ടിരുന്ന് പഠിക്കാം. നിങ്ങളങ്ങനെ പഠിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK എല്ലാ സ്ഥലത്തും എനിക്ക് ഫ്രണ്ട്സുണ്ട്. ലോക വിവിധ ഭാഗത്തു നിന്ന് എന്നെ വിളിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഹീബ്രു ക്ലാസ് എടുക്കണമെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് എടുക്കാൻ പോകുന്നു. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചാൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ 9626623278 നമ്പറിൽ ഏത് സമയം ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, ഒരു ഹരിബരി ഇല്ലാതെ ഫ്രീ ആയിട്ടിരുന്ന് വചനം പഠിക്കാൻ നല്ലൊരു സമയം എന്താണെന്ന് നിങ്ങൾ എനിക്ക് അയക്കുക. നിങ്ങളുടെ പേര് അയക്കുക. ഞാൻ അതൊക്കെ സേവ് ചെയ്ത് വെച്ചോളും. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അറിയിക്കും. നിങ്ങൾ ഓൺലൈനിൽ ഒന്ന് എബ്രേ ഭാഷ പഠിക്കാം. ഈ പഠിക്കുന്നവർക്ക് ഞാൻ ഇതായിരിക്കുന്നില്ലേ, ഇതേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം PDF-ഉം ആപ്സും സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. ഇപ്പം നമുക്ക് ഈ ബുക്കുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് തന്നെ ഒരിഷ്ടത്തിന് ഏക്കർ കണക്കിന് ഐറ്റങ്ങളിട്ട് നിങ്ങൾ പഠിക്കാം. അതിൽ കൂടി വചനത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കാം, തെറ്റുകൾ കണ്ടെത്താം, മറ്റുള്ളവർക്ക് പഠിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു ചാൻസ് നിങ്ങൾ തരുന്നു. ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തരും. നിങ്ങളത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഒന്നും ഞാൻ എനിക്കായിട്ട് രഹസ്യമാണ്, ഞാൻ മാത്രം അറിയണം, ആരും അറിയില്ല, അങ്ങനെ വയ്ക്കില്ല. എല്ലാം എല്ലാവർക്കും കൊടുക്കും. ആൾറെഡി എൻ്റെ ഹീബ്രു കോഴ്സിൽ ജോയിൻ ചെയ്തിരുന്നവർ പഠിച്ചവർക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഞങ്ങളുടെ കൂടി എഗെയിൻ ഒരു റിവൈവൽ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നു. വരുന്ന ആഴ്ചകളിൽ ഈ കോഴ്സ് തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും പഠിക്കാം. അതിൽ കൂടി നിങ്ങൾ ദൈവത്തെ വളരെ അറിയും. ദൈവത്തിൻ്റെ കൂടി വളരെ ഒരു സ്നേഹവും ചേർച്ചയും ഉണ്ടാകും. നിങ്ങളുടെ വിശ്വാസം വളരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വല്ലാത്തൊരു അനുഭവത്തിനെ കൊണ്ടുവരും. അതിനുവേണ്ടി മാത്രമേ ഇത് ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇത് പഠിക്കാം. ഇത് പഠിക്കുന്നതിൽ കൂടി വചന അറിവും വചനത്തിൽ ആഴമായ ഒരു ഉറവും ദൈവത്തോട് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയയ്ക്കുക. ഞാനത് സേവ് ചെയ്ത് വയ്ക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.